തീർച്ചയായും. അതായത് കർക്കിടകം 1 എന്ന് സംബന്ധിച്ച് തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് ആനയൂട്ട് ഏറെ പ്രധാനം ഉള്ള ഒരു ദിവസമാണ്. കാരണം കേരളത്തിലെ തന്നെ എണ്ണം പറഞ്ഞ ഗജവീരന്മാരെല്ലാം തന്നെ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്തേക്ക് എത്തുന്നു. വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്ത് തെക്കുഭാഗത്തായി ആനകളെ എല്ലാം തന്നെ നിരത്തി നിർത്തി ആനയൂട്ട് നടത്തുന്ന ഒരു സ്ഥലമാണ്. അതിനോടൊപ്പം തന്നെ ഈ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി നിരവധി ആളുകൾ, ആനപ്രേമികൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഓരോ തവണയും ഇങ്ങോട്ടേക്ക് എത്തും. ആനകൾക്ക് പ്രത്യേകം ഇപ്പോൾ ഇവിടെ കൊടുക്കേണ്ട ഭക്ഷണം കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉരുളകൾ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ആനകൾക്കും. ഏകദേശം ഇത്തവണ 65 ആനകളാണ് ഈ ആനയൂട്ടിൽ പങ്കെടുക്കുന്നത്. പഴങ്ങളും പച്ചക്കറികളും അതിനു പുറമെ ഇത്തരത്തിൽ ഈ വിവിധ ചേരുവകൾ ചേർത്ത ഉരുളകളും എല്ലാം തന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ആനകൾ എല്ലാം തന്നെ, അതായത് ഈ നീരുകാലത്തിലല്ലാത്ത ആനകളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് ഈ ഒരു ദിവസത്തിന് എത്താറുണ്ട്. ഈ എറണാകുളം ശിവകുമാറും പുതുപ്പള്ളി കേശവനും ഉൾപ്പെടെ നിരവധി ആനകൾ ഇത്തവണയും എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തവണ 15ഓളം പിടിയാനകളും ഈ ആനയൂട്ടിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. മഴ ആണ് സാധാരണഗതിയിൽ ഇന്ന് പുലർച്ചെ വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അല്പം മഴ മാറി നിൽക്കുന്നു. പക്ഷേ ഈ 9 മണിയോടുകൂടി ആനയൂട്ട് തുടങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ കൂടുതൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടോ എന്നൊരു ആശങ്കയുണ്ട്. എന്തായാലും നമുക്ക് ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും എത്താറുണ്ടോ? ആദ്യമായിട്ട് വരുന്നല്ലേ? ആനയൂട്ട് എവിടെ നിന്നാണ് വരുന്നത്? കണ്ടശാണ്. ആനപ്രേമിയാണോ? അങ്ങനെ കുറച്ച് ചേട്ടാ എല്ലാ കൊല്ലം വരാറുണ്ടോ? വരാറുണ്ട്. ഏതാനേനെ ഏറ്റവും ഇഷ്ടം? രാമചന്ദ്രനെ തെച്ചുകിട്ടുകാവും. രാമൻ ലലിത്താണ് ഒന്നില്ല അല്ലേ? കുഴപ്പമില്ല. ചേട്ടാ ഇങ്ങനെ ഇത്തവണത്തെ ആനയൂട്ട് മഴയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രശ്നമാവും? മഴ എല്ലാ കൊല്ലമുള്ള തന്നെയല്ലേ. പക്ഷെ ആനയൂട്ട് എന്ന് പറയുമ്പോൾ വടക്കുന്നാഥൻ ആനയൂട്ട് ഇവിടുത്തെ രീതികൾ എല്ലാം ലോകപ്രസിദ്ധമാണ്. നമുക്ക് എല്ലാ കൊല്ലം ഇവിടെ വരണതാണ്. എന്തായാലും ഏറ്റവും ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഏറ്റവും അധികം എല്ലാ കൊല്ലവും വരാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ്? നമ്മൾ ഈ നാട്ടുകാരനാണ്. നമ്മുടെ വടക്കുന്നാഥനും പോരാത്തന്നെ ആനയും ആനകളുടെ നാടാണ്. നമുക്കിവിടെ വരാണ്ടിരിക്കാൻ പറ്റും. നമ്മുടെ നാടാണ്. നമ്മുടെ നാട്ടിൽ പരിപാടി നടക്കുമ്പോൾ എങ്ങനെ വരാണ്ടിരിക്കാൻ പറ്റുക? എന്തായാലും ആളുകളെല്ലാം തന്നെ കാത്തിരിപ്പാണ്. 9 മണിയോടുകൂടിയാണ് ആനയൂട്ട് ചടങ്ങുകൾ ആരംഭിക്കുക. ഓരോ ഗജവീരന്മാരായി അകത്തേക്ക് കടക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് ആനകളെ മാത്രമേ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുള്ളൂ. അതേസമയം ഒരു ഭാഗത്ത് ഈ ആനകൾക്ക് വേണ്ട, ഈ ആനയൂട്ടിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ പുരോഗമിക്കുകയാണ്.